ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവും സന്തോഷവും നൽകുന്ന ചില അപ്ഡേറ്റുകളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. ഇന്ത്യൻ ഫുട്ബോളിലെ പുതിയ ഫുട്ബോൾ സീസൺ ആരംഭിക്കുന്നത് സൂപ്പർ കപ്പോട് കൂടിയാണെന്ന് ഒരു കാര്യം ഒട്ടുമിക്ക എല്ലാ ആരാധകരും അറിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. സാധാരണയായിട്ട് സൂപ്പർ കപ്പ് നടത്തി വന്നിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിന് ശേഷമായിട്ടാണ്. ഒരു സീസൺ എൻഡിങ് ടൂർണമെൻ്റ് ആയിട്ടായിരുന്നു സൂപ്പർ കപ്പ് നടത്തി വന്നിട്ടുണ്ടായിരുന്നത്. സാധാരണയായിട്ട് ഡ്യൂറൻഡ് കപ്പിൽ ആരംഭിക്കുന്ന ഒരു ഇന്ത്യൻ ഫുട്ബോൾ സീസണായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ISLന് മുന്നോടിയാണ് ഇക്കുറി 2025-26 എഡീഷനിൽ ISLന് മുന്നോടിയായിട്ടാണ് സൂപ്പർ കപ്പ് നടത്തുന്നത്. അതിനാൽ തന്നെ പലർക്കുമുള്ളൊരു സംശയം, സാധാരണയായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ISLൻ്റെ പേരിൽ നടന്നിട്ടുണ്ടായിരുന്ന വലിയ ട്രാജഡീസൊക്കെ, അതായത് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ISL നടക്കത്തില്ല എന്ന തരത്തിലുള്ള സിറ്റുവേഷൻ വരെ വരുന്നുണ്ട് എന്നിങ്ങനെ പലതരത്തിലുള്ള അപ്ഡേറ്റുകളായിരുന്നു പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവി എന്താവുമെന്നും ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉയർന്ന ടൈമായിരുന്നു. എന്നാൽ നിലവിൽ ആരാധകർക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് സൂപ്പർ കപ്പ് ആരംഭിക്കുന്ന ഡേറ്റ് നിലവിൽ പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മെറാവു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ 25 മുതൽ നവംബർ 22 വരെ ഒരു ഫേസ്ഡ് മാനറിലായിരിക്കും ഈ വരുവാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പ് നടത്തുക. അതായത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ ഒരു സൂപ്പർ കപ്പ് നടത്തുക. അതായത് ഇതിൻ്റെ ഇടയിലൊക്കെ ഇൻ്റർനാഷണൽ ബ്രേക്കുകളുണ്ട്. സാധാരണയായിട്ട് ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ വരുന്ന ടൈമിൽ ഒരു സീസൺ ഹോൾഡ് ചെയ്യുന്ന, അതായത് സീസൺ ഹോൾഡ് ചെയ്ത് കുറച്ച് മത്സരങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നതാണ്. ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്ക് വേണ്ടിയാണ് ഈ തരത്തിലുള്ള ഹോൾഡിംഗ് സിസ്റ്റം ഒക്കെ ഉള്ളത്. അങ്ങനെ ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ വരുമ്പോൾ ക്ലബ്ബുകൾക്ക് ഈ ഒരു ഹോൾഡിംഗ് സിസ്റ്റം ഉള്ളതിനാൽ തന്നെ പല ക്ലബ്ബുകളും തങ്ങളുടെ ഇന്ത്യൻ താരങ്ങളെ ഇന്ത്യൻ ടീമിന് വേണ്ടി വിട്ടുകൊടുക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 25 മുതൽ നവംബർ 22 വരെ ഒരു ഫേസ്ഡ് മാനറിൽ ഘട്ടം ഘട്ടമായിട്ട് ആദ്യത്തെ സീസൺ ഓപ്പണിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സീസൺ ഓപ്പണിംഗ് ടൂർണമെൻ്റ് ആയിട്ടുള്ള ഈ ഒരു സൂപ്പർ കപ്പ് നടത്തുക എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു നവംബർ 22-നാണ് സൂപ്പർ കപ്പ് അവസാനിക്കുന്നത് എങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ISLൻ്റെ പുതിയൊരു സീസൺ ആരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഡിസംബറിൽ ആരംഭിക്കും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൂപ്പർ കപ്പ് അവസാനിച്ച ശേഷം ഏതാണ്ട് ഒരു മാസത്തോളം ട്രെയിനിങ് സെക്ഷൻസും മറ്റു തരത്തിലുള്ള സെഷൻസും ഒക്കെ തന്നെ ക്ലബ്ബുകൾക്ക് വേണ്ടിയതാണ്, റിക്കവറീസൊക്കെ തന്നെ വേണ്ടിയതാണ്. സോ അതിനാൽ തന്നെ ക്ലബ്ബുകൾക്ക് ഒരു കംപ്ലീറ്റ് 1 മന്ത് എന്തായാലും പ്രീ സീസൺ ട്രെയിനിങ് ഒക്കെ ആയിട്ട് എന്തായാലും ISLന് മുന്നോടിയായിട്ട് വേണമെന്നൊരു കാര്യം ക്ലബ്ബുകൾ ആവശ്യപ്പെടുമെന്നത് നിശ്ചയമാണ്. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബറിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൂർണമെൻറ്റ് ഒരു പക്ഷേ ഡിസംബറിൻ്റെ എൻഡിങ്ങിലായിരിക്കും ആരംഭിക്കുക, അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ അങ്ങനെ ആയിരിക്കാം ആരംഭിക്കുക. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എങ്കിൽ പോലും ഇന്ത്യൻ ഫുട്ബോളിൽ ISL നടക്കുമെന്നൊരു കൺഫർമേഷനൊക്കെയാണ് പല ഉന്നത പൊസിഷനിലിരിക്കുന്ന അധികൃതരും ആരാധകർക്ക് നൽകുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ISL നടക്കുവാൻ തന്നെയാണ് സാധ്യതകളുള്ളത്. സോ എന്തൊക്കെ വന്നാലും ഇന്ത്യൻ ഫുട്ബോൾ കുറച്ചും കൂടി മെച്ചപ്പെടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിൽ പോലും ഈ ഒരു സൂപ്പർ കപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ ക്ലബ്ബുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നുള്ളതും വളരെയധികം ചോദ്യചിഹ്നമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഡ്യൂറൻഡ് കപ്പിൻ്റെ ഒരു സാഹചര്യം നമ്മൾ കണ്ടുണ്ടായിരുന്നു. ISLലെ ഓൾമോസ്റ്റ് കുറച്ച് ക്ലബ്ബുകളൊക്കെ തന്നെ പിന്മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയുള്ള ക്ലബ്ബുകൾ ഡ്യൂറൻഡ് കപ്പിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാഹചര്യവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ISLൻ്റെ പേരിലുള്ള അവ്യക്തതയായിരുന്നു. നിലവിലെ സൂപ്പർ കപ്പിൽ കളിക്കുവാനായിട്ടുള്ള സാധ്യതകളാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ISLന് വേണ്ടിയുള്ള ഒഫീഷ്യൽ ടെൻഡർ വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടെൻഡർ പൂർത്തിയാക്കുന്നത് ഒക്ടോബർ 15 സോ അതിനുശേഷമുള്ള എല്ലാ തരത്തിലുള്ള അപ്ഡേറ്റുകളും, ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള അപ്ഡേറ്റുകളും ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ ക്ലബ്ബുകൾക്കും ലഭിക്കും. സോ അതുകൊണ്ട് തന്നെ ക്ലബ്ബുകളെല്ലാം തന്നെ സൂപ്പർ കപ്പിന് പങ്കെടുക്കുവാനായിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. സോ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വെറും 3 വിദേശ താരങ്ങളേ ഉള്ളൂ. ഇനിയും 3 വിദേശ താരങ്ങളിലൂടെ വേക്കൻറ്റ് സ്പേസ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. സോ അതും ഒരു ബിഗ് ട്രബിളാണ്, പല ക്ലബ്ബുകൾക്കും നിലവിൽ ഫേസ് ചെയ്യുന്ന ഒരു ട്രബിളും കൂടിയാണ്. സോ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ ക്ലബ്ബുകളുടെ മുകളിലുണ്ട്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താകുമെന്നുള്ളത്.